ഹായ് ഫ്രണ്ട്സ്, ഫിറ്റ്നസ് വിത്ത് മാത്യു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ചാനലിൽ തന്നെ ഇതിനു മുൻപ് പ്രസിദ്ധീകരിച്ച ഹാർട്ട് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ പാർട്ട് 4 ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാർട്ടിന് പ്രായമാകുമ്പോൾ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചുകളെ കുറിച്ചാണ്. ഞാൻ ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ പാർട്ട് 1 ഇതിന് ആമുഖമായിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. പ്രായമാകുമ്പോൾ ബിക്കോസ് ഓഫ് ഏജിങ് നമ്മുടെ ശരീരത്തിലെ മറ്റുള്ള അവയവങ്ങൾക്ക് സംഭവിക്കുന്ന പോലെ ഹാർട്ടിനും ഒരു പെർഫോമൻസ് ഡിക്ലൈൻ സംഭവിക്കുന്നുണ്ട്. ഈ പെർഫോമൻസ് ഡിക്ലൈൻ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിന് പ്രായമാകുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ചില സ്ട്രക്ചറൽ ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹാർട്ടിന്റെ പെർഫോമൻസ് ഡിക്ലൈൻ സംഭവിക്കുന്നത്, നമുക്ക് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ വരുന്നത്. അപ്പൊ നമ്മുടെ ഹാർട്ടിന് ബിക്കോസ് ഓഫ് ഏജിങ് പ്രായമാകുമ്പോൾ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ഈ ഹാർട്ടിന് പ്രായമാകുമ്പോൾ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് സ്റ്റിഫായി മാറുന്നു എന്നുള്ളതാണ്. ഹാർട്ട് നല്ല ഇലാസ്റ്റിസിറ്റിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു അവയവമാണ്. അതായത് നല്ല ഇലാസ്റ്റിക്കായി നല്ല ഫ്ലെക്സിബിൾ ആയിരുന്ന ഹാർട്ട് പ്രായമാകുമ്പോൾ സ്റ്റിഫായി മാറുന്നു, അതിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു. ഈ ഹാർട്ടിന് ഇങ്ങനെ സ്റ്റിഫ്നെസ് കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ മസിലിന്റെ അകത്ത് കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീന്റെ അളവ് കൂടി വരുന്നു എന്നുള്ളതാണ്. ഈ കൊളാജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലായിടത്തും ഉള്ള ഒരു പ്രോട്ടീനാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നില്, നമ്മുടെ ജോയിന്റുകളിലുള്ള ടെൻഡനുകളില്, ലിഗമെന്റുകളില് ഒക്കെ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. ഈ കൊളാജന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ കൊളാജൻ കുറച്ച് ഹാർഡാണെന്ന് പറയാം. നമ്മുടെ ഹാർട്ടിന് സ്ട്രക്ചറും ഷേപ്പൊക്കെ കൊടുക്കാനായിട്ട് നേച്ചറലായിട്ട് കുറച്ച് കൊളാജൻ ഹാർട്ടിൽ ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ പ്രായമാകുമ്പോൾ ഈ കൊളാജന്റെ അളവ് നമ്മുടെ ഹാർട്ടിൽ കൂടി വരുന്നു. അപ്പോൾ ഈ കൊളാജന്റെ അളവ് കൂടും തോറും ഹാർട്ടിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുകയും അതിന്റെ സ്റ്റിഫ്നെസ് കൂടി വരികയും ചെയ്യും. ഈ കൊളാജൻ ഡെപ്പോസിറ്റ് കൂടുന്നതും സ്റ്റിഫ്നെസ് കൂടുന്നതും ഇലാസ്റ്റിസിറ്റി കുറയുന്നതും ഹാർട്ടിന്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു, ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. ഹാർട്ടിന്റെ പമ്പിങ് കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ട് 4 വാൽവുകൾ ഉണ്ട്. ഹാർട്ട് റേറ്റ് നിശ്ചയിക്കുന്ന സിനോട്രിയൽ നോഡുകളുണ്ട്. ഇതിനെ എല്ലാത്തിനെയും ഈ സ്റ്റിഫ്നെസ് വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹാർട്ടിന്റെ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ ഹെൽത്തിനെ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലെ ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. അപ്പൊ ഈ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ, സ്റ്റിഫ്നെസ് കൂടുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ്ങിനെ എങ്ങനെയാണ് ഈ സ്റ്റിഫ്നെസ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിനു മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിള് ശക്തിയായി സ്ക്യൂസ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ബ്ലഡ് ഹാർട്ടിൽ നിന്നും ശക്തിയായ പ്രഷറിൽ നമ്മുടെ മെയിൻ ആർട്ടറിയായ അയോർട്ടയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിള് ബ്ലഡിനെ സ്ക്യൂസ് ചെയ്ത് പുറത്തേക്ക് കളയുന്നു. അതിനുശേഷം ലെഫ്റ്റ് വെൻട്രിക്കിള് റിലാക്സ് ആവുന്നു. അപ്പോഴാണ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വീണ്ടും ബ്ലഡ് കയറുന്നതും ലെഫ്റ്റ് വെൻട്രിക്കിള് ഫില്ലാവുന്നതും. അപ്പൊ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു എന്ന് വെക്കുക, അത് സ്റ്റിഫായി എന്ന് വെക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഓരോ പ്രാവശ്യവും ഈ ലെഫ്റ്റ് വെൻട്രിക്കിള് സ്ക്യൂസ് ചെയ്ത് റിലാക്സ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും റിലാക്സ് ആവില്ല. കാരണം അതിന്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു, സ്റ്റിഫ്നെസ് കൂടി. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ കുറച്ച് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് കയറുള്ളൂ, കുറച്ച് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ സ്റ്റോർ ആവുള്ളൂ. അത് കഴിഞ്ഞ് ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്ക്യൂസ് ചെയ്യുന്നു. സ്ക്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടേക്കാം, ഇത് സ്റ്റിഫായേക്കാണ്, ഇത് പൂർണ്ണമായിട്ടും സ്ക്യൂസ് ആവില്ല. അപ്പൊ സ്റ്റോർ ചെയ്ത ബ്ലഡിന്റെ കുറച്ച് ബ്ലഡ് പുറത്തേക്ക് പോവുള്ളൂ, ബാക്കി ബ്ലഡ് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തന്നെ ഇരിക്കും. അപ്പൊ ഈ ഹാർട്ട് മസിൽ സ്റ്റിഫ് ആവുമ്പോ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ പമ്പിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ടിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് നോക്കിയേ.
ഒന്നാമതായിട്ട് ഇത് പൂർണ്ണമായിട്ടും റിലാക്സ് ആവുന്നില്ല. അപ്പോൾ കുറച്ച് ബ്ലഡേ ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ, കുറച്ച് ബ്ലഡേ ഇതിൽ സ്റ്റോർ ആവുള്ളൂ. രണ്ടാമതായിട്ട് ഇത് പൂർണ്ണമായിട്ടും സ്ക്യൂസ് ആവില്ല. അപ്പൊ സ്റ്റോർ ചെയ്യപ്പെട്ട ബ്ലഡിൽ തന്നെ കുറച്ച് ബ്ലഡേ പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ഈ രണ്ട് റീസൺ കൊണ്ടും നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഔട്ട്പുട്ട് കുറയുന്നു, പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ അളവ് കുറയുന്നു, ടോട്ടൽ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് കൃത്യമായി ഓക്സിജനും ന്യൂട്രിയൻസും എത്തില്ല. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെയും നമ്മുടെ പല അവയവങ്ങളെയും ഇത് വളരെ ഗുരുതരമായി ബാധിക്കും. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഹാർട്ട് അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കും. ഈ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പഴയ ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഹാർട്ടിന് ഒരു എക്സ്ട്രാ വർക്ക് ലോഡ് കൊടുക്കും. നമുക്ക് പ്രായമാകുമ്പോൾ ഈ ബ്ലഡ് പ്രഷറൊക്കെ കൂടാനുള്ള ഒരു പ്രധാന കാരണം ഈ ഹാർട്ടിന് വരുന്ന ഈ എക്സ്ട്രാ വർക്ക് ലോഡാണ്. ഇനി പ്രായമാകുമ്പോൾ ബിക്കോസ് ഓഫ് ഏജിങ് ഹാർട്ടിന് സംഭവിക്കുന്ന മറ്റൊരു സ്ട്രക്ചറൽ ചേഞ്ച് ആണ് ഇതിൻ്റെ ചേംബേഴ്സിൻ്റെ ഉള്ളിലെ അറകളുടെ ഭിത്തികളുടെ കട്ടി കൂടുന്നു. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഹാർട്ടിന് 4 ചേംബേഴ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വാളുകളുടെ ഭിത്തികളുടെ കട്ടി പ്രായമാകുമ്പോൾ കൂടിക്കൂടി വരുന്നു. ഈ ഒരു സിറ്റുവേഷനിലും ഇത് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ഗുരുതരമായി ബാധിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിനാണ്. ഈ വാളിന്റെ തിക്നെസ് കൂടുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണെന്ന് വെക്കുക. ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞ ചേംബർ. ഇതിന്റെ ഭിത്തികളുടെ കട്ടി കൂടുന്നു. നമുക്കൊരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പാത്രമാണെന്ന് വെക്കുക. ആ പാത്രത്തിന്റെ ഭിത്തിയുടെ കട്ടി കൂടി കൂടി വരണമെങ്കിൽ എന്താ സംഭവിക്കുക? ആ പാത്രത്തിന്റെ ഉള്ളിലെ ഇന്നർ സ്പേസ് കുറയും. അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഭിത്തിയുടെ കട്ടി ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഇന്നർ സ്പേസ് കുറയും, ആ ചേംബറിന്റെ കപ്പാസിറ്റി കുറയും. അതായത് പ്രായമാകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ബ്ലഡ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നു. ഇതിന്റെ സ്റ്റോർ ചെയ്യുന്ന ബ്ലഡിന്റെ അളവ് കുറയുമ്പോൾ ഓരോ സ്ക്യൂസിലും ഓരോ ബീറ്റിലും ലെഫ്റ്റ് വെൻട്രിക്കിള് പുറന്തള്ളുന്ന ബ്ലഡിന്റെ അളവ് കുറയും, നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. അപ്പൊ ഇപ്പോഴും നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലും അപ്പൊ ഹാർട്ട് ഈ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഹാർട്ടിന് ഇതും ഒരു എക്സ്ട്രാ വർക്ക് ലോഡ് കൊടുക്കും. അപ്പൊ പ്രായമാകുമ്പോൾ പ്രധാനമായും 2 നെഗറ്റീവായുള്ള സ്ട്രക്ചറൽ ചേഞ്ചുകളാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്നത്. ഒന്ന്, ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ സ്റ്റിഫ്നെസ് കൂടുന്നു. 2, അതിൻ്റെ ഭിത്തികളുടെ കട്ടി കൂടുന്നു. ഈ 2 റീസൺ കൊണ്ടും നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ അല്ലെങ്കിൽ ഹാർട്ടിന്റെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു. ഇനി നമുക്ക് നമ്മുടെ ഹാർട്ടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായ വാൽവുകളുടെ കാര്യം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹാർട്ടിന് ഈ സ്റ്റിഫ്നെസ് കൂടുന്നത്, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വാൽവുകളെയും ഈ സ്റ്റിഫ്നെസ് ബാധിക്കുന്നുണ്ട്. വാൽവുകൾ സ്റ്റിഫാകുന്നു. ഈ സ്റ്റിഫ്നെസ് കൂടുന്നതിന് പുറമെ വാൽവുകൾക്ക് പ്രായമാവുമ്പോൾ സംഭവിക്കുന്ന മറ്റുള്ള ചില ചേഞ്ചുകളാണ് ഈ വാൽവുകളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നു. ഈ വാൽവുകൾക്ക് കാൽസിഫിക്കേഷൻ സംഭവിക്കുന്നു. അതായത് അതിലെ കാൽസ്യത്തിന്റെ ഡെപ്പോസിറ്റ് കൂടുന്നു. അങ്ങനെ ഈ വാൽവ് തിക്കായി മാറുന്നു. അപ്പൊ പ്രായമാകുമ്പോൾ വാൽവിന് 2 പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ചേഞ്ചുകളാണ് സംഭവിക്കുന്നത്. ഒന്നാമതായി അത് സ്റ്റിഫാകുന്നു, രണ്ടാമതായി അത് തിക്കാവുന്നു, അതിൻ്റെ കട്ടി കൂടുന്നു. അപ്പൊ വാൽവ് ഇങ്ങനെ സ്റ്റിഫാവുകയും കട്ടി കൂടുകയും ചെയ്താൽ സംഭവിക്കുക, അത് കൃത്യമായി ഓപ്പൺ ആവുകയും ചെയ്യില്ല, കൃത്യമായി ക്ലോസ് ആവുകയും ചെയ്യില്ല. ഈ ഹാർട്ടിൽ അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ ഈ വാൽവുകളുടെ ഡ്യൂട്ടി, വാൽവുകൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നുള്ളത് ഞാൻ ഈ ചാനലിൽ തന്നെ പ്രസിദ്ധീകരിച്ച കാർഡിയോ വാസ്കുലർ സിസ്റ്റം പാർട്ട് 2-ൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്റെ ഹാർട്ടിന്റെ പമ്പിങ് കൃത്യമായി നടക്കാനായിട്ട് നമ്മുടെ ഈ ഹാർട്ടിൽ 4 വാൽവുകളുണ്ട്. ഈ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞ് സ്റ്റിഫ് ആകുന്നതും
തിക്കാകുന്നതും ഹാർട്ടിലെ ഈ 4 വാൽവുകളെയും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലും നമ്മുടെ ഈ വാൽവുകൾക്ക് സംഭവിക്കുന്ന ഈ നെഗറ്റീവായിട്ടുള്ള ചേഞ്ച് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിനെയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പെർഫോമൻസിനെ, അതിൻ്റെ ബ്ലഡ് പമ്പിങ്ങിനെ അല്ലെങ്കിൽ അതിൻ്റെ കാർഡിയാക് ഔട്ട്പുട്ടിനെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ലങ്സിൽ നിന്ന് വരുന്ന ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ഹാർട്ടിലേക്ക് പ്രവേശിക്കുന്നത് ലെഫ്റ്റ് ആട്രിയത്തിലൂടെയാണ്. ലെഫ്റ്റ് ആട്രിയത്തിലൂടെ പ്രവേശിച്ച ഈ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വാൽവിലൂടെയാണ്. അപ്പോൾ ഈ വാൽവ് സ്റ്റിഫായി, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു, അത് തിക്കായി. അപ്പം എന്താ സംഭവിക്കുക? ഈ വാൽവ് പൂർണ്ണമായിട്ടും ഓപ്പൺ ആവില്ല. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്ന ബ്ലഡിൻ്റെ അളവ് കുറയും. ലെഫ്റ്റ് വെൻട്രിക്കിൾ പൂർണ്ണമായിട്ടും ബ്ലഡ് കൊണ്ട് ഫില്ലാവില്ല. രണ്ടാമതായിട്ട് ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്ക്യൂസ് ചെയ്യുന്നു. ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്ക്യൂസ് ചെയ്യുമ്പോൾ ഈ വാൽവ് അടയണം. പക്ഷേ ഈ വാൽവ് പൂർണ്ണമായിട്ടും അടയില്ല. കാരണം അതിൻ്റെ സ്റ്റിഫ്നെസ് കൂടി, ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു, അത് തിക്കായി. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്ക്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബ്ലഡ് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ബാക്ക് ഫ്ലോ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലും നമ്മുടെ ഹാർട്ടിൻ്റെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു. ഈ ഒരു സിറ്റുവേഷനിലും അപ്പോൾ ഹാർട്ട് ഈ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഹാർട്ടിന് ഇതും ഒരു എക്സ്ട്രാ വർക്ക് ലോഡ് കൊടുക്കും. ഇനി നമുക്ക് ഹാർട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായ സിനോട്രിയൽ നോഡിൻ്റെ കാര്യം നോക്കാം. ഈ സിനോട്രിയൽ നോഡ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ നേച്ചറലായിട്ടുള്ള പേസ് മേക്കറാന്ന് പറയാം. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹാർട്ട് റേറ്റ് നിശ്ചയിക്കുന്നത് ഈ സിനോട്രിയൽ നോഡാണ്. എസ്പെഷ്യലി നമ്മൾ റെസ്റ്റ് ടൈമിൽ നോർമൽ സിറ്റുവേഷനിലേക്ക് ഇരിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഹാർട്ട് ഏകദേശം ഒരു മിനിമം സ്പീഡിലായിരിക്കും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു മിനിമം ഹാർട്ട് റേറ്റിലായിരിക്കും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 60 to 70 ടൈംസ് പെർ മിനിറ്റ്. ഈ ഒരു ഹാർട്ട് റേറ്റ് നിശ്ചയിക്കുന്നത് സിനോട്രിയൽ നോഡാണ്. അല്ലെങ്കിൽ സിനോട്രിയൽ നോഡ് പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് ഈ ഹാർട്ട് റേറ്റ് നിശ്ചയിക്കുന്നത്. അപ്പോൾ പ്രായമാകുമ്പോൾ ഈ സിനോട്രിയൽ നോഡിനും ഒരു വീക്ക്നെസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് ബാധിക്കുന്ന സ്റ്റിഫ്നെസ് ആണ്. രണ്ടാമതായിട്ട് ഇത് വീക്കാവാൻ കാരണം എന്ന് വെച്ചാൽ ഈ സിനോട്രിയൽ നോഡിലെ സെല്ലുകൾ പ്രായമാകുമ്പോൾ കുറഞ്ഞു വരുന്നു. പ്രായമാകുമ്പോൾ നഷ്ടപ്പെടുന്ന സെല്ലുകൾക്കനുസരിച്ച് കൃത്യമായി പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ പ്രായമാകും തോറും ഈ സിനോട്രിയൽ നോഡ് ഇങ്ങനെ വീക്കായി വരുന്നു. ഇത് പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസിൻ്റെ ഔട്ട്പുട്ട് കുറയുന്നു. അങ്ങനെ നമ്മുടെ ഹാർട്ട് റേറ്റും കുറയുന്നു. ചിലർക്കൊക്കെ അത് അപകടകരമായ രീതിയിൽ കുറയുമ്പോഴാണ് ആർട്ടിഫിഷ്യലായിട്ട് പേസ് മേക്കർ നമ്മുടെ ശരീരത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഹാർട്ടായിട്ട് കണക്ട് ചെയ്യാറ്. അപ്പം നമ്മുടെ ഹാർട്ടിന് പ്രായമാകുമ്പോൾ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചുകളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയാലേ എക്സർസൈസ് ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ തടയാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി വരുന്ന പാർട്ടുകളിൽ നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ മറ്റുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് ബ്ലഡ് വെസൽസ്, ആർട്ടറി, വെയിൻ, കാപ്പിലറീസ്, ഇതിനൊക്കെ പ്രായമാകുമ്പോൾ സംഭവിക്കുന്ന നെഗറ്റീവ് സ്ട്രക്ചറൽ ചേഞ്ചുകൾ, അതിനെക്കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം എക്സർസൈസ് കൊണ്ട് എങ്ങനെ നമുക്കിതിനെ തടയാൻ പറ്റും, ഏത് എക്സർസൈസ് ആണ് നമ്മുടെ ഹാർട്ടിന്റെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ ഹെൽത്തിന് അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ഇനി വരുന്ന പാർട്ടുകളിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പാർട്ടിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.